ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നോമ്പ് ദിനത്തിൻ്റെ 19ാം ദിനമായ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം തൃപ്തി എന്നതാണ്. എന്താണ് തൃപ്തി? തനിക്ക് ലഭിച്ചത് മതി എന്ന് ആത്മാർത്ഥമായി പറയുന്നതിനാണ് തൃപ്തി എന്ന് പറയുന്നത്. താൻ ഉയർന്നവനാണെന്ന് വിചാരിക്കുമ്പോൾ തന്നേക്കാൾ ഉയർന്നവൻ വേറെയുണ്ടെന്നും, താൻ താണവനാണെന്ന് വിഷമിക്കുമ്പോൾ തന്നേക്കാൾ കഴിവ് കുറഞ്ഞവൻ വേറെയുണ്ടെന്നും മനസ്സിലാക്കാം. ഇതിനിടയിൽ ലഭിച്ച നന്മകളെ ഓർത്ത് തൃപ്തിപ്പെടുകയാണ് വേണ്ടത്. തൃപ്തിയുമായി ബന്ധപ്പെട്ട് 3 ചിന്തകൾ നമുക്ക് ചിന്തിക്കാം. 1. തൃപ്തിയില്ലാതെ ജീവിക്കുന്നവർ. പുറമേ തൃപ്തിയുടെ പുറം കുപ്പായമിട്ട് ഉള്ളിൽ തൃപ്തിയില്ലാതെ നിരാശപ്പെടുന്നവരുണ്ട്. യഥാർത്ഥ സംതൃപ്തി ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്. ചിലർക്ക് എത്ര ധനം കിട്ടിയാലും അംഗീകാരം കിട്ടിയാലും സംതൃപ്തിയില്ല. ശലോമോൻ രാജാവ് സംതൃപ്തിക്കായി ആഗ്രഹിച്ചതെല്ലാം നേടിയിട്ടും അവസാനം പറഞ്ഞു, സൂര്യന് കീഴിലുള്ള എല്ലാം മായയാണ്, എല്ലാം ശൂന്യമാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ദൈവം നൽകുന്ന നന്മകളെ ഓർത്ത് തൃപ്തിപ്പെടാം. 2. തൃപ്തിയുടെ ആത്മാവുള്ളവർ. യേശു പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് 5 അപ്പവും 2 മീനും എല്ലാവർക്കും നൽകി. അനേക ആയിരങ്ങൾക്ക് ഒരേ ഭക്ഷണമാണ് നൽകിയത്. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. അത് വിഭവസമൃദ്ധമായ വിരുന്നിനേക്കാളും സ്വാദിഷ്ടവും സംതൃപ്തിയുമാണ്. യേശു ജീവൻ്റെ അപ്പമാണ്. അത് ഭക്ഷിക്കുന്നവർ എല്ലാവരും തൃപ്തരായി തീർന്നു. പൗലോസിൻ്റെ അനുഭവം, എന്നെ ശക്തനാകുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നതാണ്. കാരണം ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും ക്രിസ്തുവുണ്ട്. പൗലോസിൻ്റെ ജീവിതത്തിൽ തൃപ്തിയുടെ നിറവ് കാണാം. തൃപ്തിക്കായി ഭൗതിക വസ്തുക്കൾ ആശ്രയിക്കുന്നവർ. നമ്മുടെ ജീവിതത്തിൽ ഭൗതിക വസ്തുക്കളിൽ മാത്രം ആശ്രയിക്കുമ്പോൾ തൃപ്തി ഉണ്ടാകുകയില്ല. ആദാമിനും ഹവ്വയ്ക്കും തോട്ടത്തിലെ ഒരു വൃക്ഷത്തിലെ ഫലം പോയിട്ട് ബാക്കിയെല്ലാം ഭക്ഷിക്കാനുള്ള അനുവാദം കൊടുത്തു. എങ്കിലും പൂർണ്ണ തൃപ്തരായില്ല. തിന്നരുതെന്ന് പറഞ്ഞ ഫലം ഭക്ഷിച്ചു തിന്ന് ശാപഗ്രസ്തരായി മാറി. ചുങ്കക്കാരിൽ പ്രമാണിയായ സക്കായി യേശുവിനെ കണ്ടുമുട്ടുന്നതുവരെ ഭൗതിക വസ്തുക്കളിൽ അതൃപ്തനായി ജീവിച്ചു. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ സക്കായി ഒരു പുതിയ മനുഷ്യനായി മാറി. യഥാർത്ഥ തൃപ്തിയുടെ ഉടമസ്ഥനായ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ സക്കായി പുതിയ പദവിക്ക് അർഹനായി. ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. തൃപ്തിയുടെ സന്തോഷം സക്കായിക്ക് മാത്രമല്ല, അവൻ്റെ കുടുംബത്തിന് ലഭിച്ചു. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ട് മാത്രമല്ല തൃപ്തരാകേണ്ടത്. ദോഷനായ മനുഷ്യൻ്റെ ഉപമയിലൂടെ ദൈവം അത് വ്യക്തമാക്കുന്നു. മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു, അത് ആർ അനുഭവിക്കും എന്നറിഞ്ഞുകൂടാ. യേശു നൽകുന്ന തൃപ്തി ലോകം തരുന്നത് പോലെയല്ല. ഭൗതിക കൊടുങ്കാറ്റിൽ ജീവിതം ഉലയുമ്പോൾ തൃപ്തിയോടെ ഉറങ്ങാനാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ നോയമ്പ് കാലം ആത്മീയമായും ഭൗതികമായും തൃപ്തിയോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.